ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നല്ലേ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എൻ്റെ സൗണ്ട് ഒരു 80% ഓക്കെ ആയിട്ടുണ്ട്. ചാക്കോച്ചൻ ബെറ്റർ എന്നേ പറയാൻ പറ്റുള്ളൂ. തോമുനാണ് അടുത്ത സീസൺ പനി കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ 2 ദിവസം അവധി ആയതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റി. ഇന്നലെ ആയാലും ഞാനവനെ താഴോട്ടേ ഇറക്കിയിട്ടില്ല. കാരണം ഇനി പാച്ചുവിന് ജസ്റ്റ് ഒന്ന് വന്ന് പോയിട്ടേ ഉള്ളൂ. രണ്ടുപേരും കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മറിഞ്ഞ് പിന്നെ അസുഖം വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ താഴെ ഇറക്കില്ല. അവന് വയ്യായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാനിവിടെ കിടന്നോളാം. അവൻ വയ്യെങ്കിൽ പിന്നെ ഒറ്റ കിടപ്പാണ്, കളിക്കാനും കുത്തി മറിയാനൊന്നും പോവില്ല. അതുകൊണ്ടൊരു ആശ്വാസം. പിന്നെ എനിക്കുണ്ടായിരുന്നൊരു പേടി, ഇവൻ വയ്യായിക വന്നാൽ നമ്മളോട് എടുക്കാൻ പറഞ്ഞ് നമ്മളെ കൊല്ലാക്കൊല ചെയ്യും. പക്ഷെ ഇന്നലെ അതൊന്നും ഉണ്ടായില്ല. ഭയങ്കര കാമായിട്ട് നല്ല കുട്ടിയായിട്ട് റൂമിൽ ഇരിക്കുകയായിരുന്നു. ചാക്കോച്ചനായിരുന്നു ഇന്നലെ ഫുൾ പിരിവിരിപ്പ്. എന്നാലും തമ്മിൽ ഭേദമായിരുന്നു ഇന്നലെ. എനിക്ക് മുമ്പ് ഈ പറഞ്ഞ പോലെ വയ്യാത്തത് കൊണ്ട് ഒരു ഉഷാറില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ നെറ്റിയിൽ എന്തുട്ടാന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. അന്ന് മാർക്കറ്റിൽ പോയിട്ട് വന്നതിന് ശേഷം അന്ന് ജസ്റ്റ് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മമ്മി പറയുന്നു ചിലപ്പം ഇറച്ചി വെട്ടുന്നത് എല്ല് വല്ലതും കൊണ്ടതായിരിക്കും. ആദ്യത്തെ ദിവസം പൊള്ളിയ പോലെയൊക്കെ ഇരുന്നത്. ഇപ്പം എനിക്ക് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അന്ന് സംഭവം ഞാൻ മാർക്കറ്റിൽ പോയെങ്കിലും വീഡിയോസ് എടുക്കാനും ഒന്നും ഞാൻ മീൻ വാങ്ങിക്കാൻ ജസ്റ്റ് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ബീഫ് കടയിലേക്ക് വന്ന് 1 മിനിറ്റ് നിന്നില്ല. ഞാൻ പറഞ്ഞു ഡോൺജനോട് ഞാൻ കാറിലിരിക്കാം, എന്താണെന്നറിയില്ല, എനിക്ക് ഒട്ടും പറ്റണില്ല എന്ന് പറഞ്ഞു. അന്ന് ശരിക്കും സൗണ്ട് ഔട്ടായി പോയി എന്ന് പറയുന്നതാണ് സത്യം കേട്ടോ. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ എന്തെടുത്തിട്ടാലും ഈ പറയുന്ന കണ്ടന്റ് ഇല്ല, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇട്ടൂടെ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണം എന്നറിയാത്തൊരു ഇതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. എന്താ ചുമ്മാ കുറേ പിള്ളേരെ കാണിക്കണോ, അല്ലെങ്കിൽ ചുമ്മാ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, നിങ്ങൾക്കത് ഒരിക്കലും യൂസ്ഫുൾ ആയിട്ട് തോന്നില്ലായിരിക്കും. എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടൈം എടുത്ത് അതിനുവേണ്ടി സ്പെയർ ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ എനിക്കിപ്പോൾ തൽക്കാലം ഇല്ല. കാരണം നമുക്ക് പിള്ളേരെ നോക്കണം. പിന്നെ വീഡിയോ ഇടാതിരുന്നാൽ എൻ്റെ വരുമാന മാർഗം മുട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടും ഞാൻ വീഡിയോ ഇട്ടാലും പ്രശ്നമാണ്, വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. എന്നെ അത് ഫിനാൻഷ്യലി എനിക്ക് വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ അവർക്ക് അത് ചോദിക്കുന്നത് ഭർത്താവിന് ജോലിയില്ലേ, ഭർത്താവ് നോക്കും. ഭർത്താവിന് ജോലിയുണ്ട്, ഭർത്താവ് നോക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ടൊരു ഏണിങ്, അതിപ്പോൾ 1000 രൂപ ആയാലും അത് നമ്മുടെ എന്ന് പറയാൻ നമുക്കൊരു എന്താ പറയുക, ഒരു അവകാശമുണ്ട്. ആ ഒരു അവകാശമുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡിൽ എൻ്റെ കയ്യിലൊരു 100 രൂപ ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ പിന്നെ പലതും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഡോൺജാൻ്റെ ബർത്ത്ഡേ ചെയ്താലും ഞാൻ അതിൻ്റെ മനസ്സിലുറപ്പിക്കും ആ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് അതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നോർത്താണ് പലതും ചെയ്യുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ 10 രൂപ ഇട്ടിട്ട് അതിൽ നിന്ന് 20 രൂപ എടുക്കാൻ പറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിൻ്റെ പുറത്തായിരിക്കും നമ്മൾ പലതും ചെയ്യുന്നത്. വെച്ചിട്ട് ബർത്ത്ഡേ വെച്ച് കാശുണ്ടാക്കുക എന്നല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു മടങ്ങെങ്കിലും തിരിച്ച് കിട്ടണം എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു തിരക്കിനിടെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടതിലാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇതുപോലും ചെയ്യാൻ പറ്റാത്ത പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇവൻ എങ്ങനെയാണ് കുട്ടികളെ മാനേജ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത്. വളരെ കുറച്ച് പേർക്കാണ് പ്രശ്നമുള്ളത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല, എന്നും ഡെയിലി ഇട്ട കണ്ടന്റ് അല്ലെങ്കിൽ നിനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടോടെ. എനിക്കും ആഗ്രഹമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പിന്നെയും പറയണം, എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്കിപ്പോൾ ഇതേ പറ്റുള്ളൂ. ഇന്നിപ്പം ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു, പക്ഷെ എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജുകൾ വന്നു തുടങ്ങി, ഇവൻ ഓക്കെ അല്ലേ എന്താണെന്ന് ചോദിച്ചിട്ട്. ഞാനിപ്പോൾ ഓക്കെയാണ്. എൻ്റെ സൗണ്ടൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ചാക്കോച്ചനെ ജസ്റ്റ് ഉറക്കി ഡിമ്പിളിൻ്റെ റൂമിൽ കിടത്തിയേക്കാണ്. തോമു TV ആണ്. അവരെല്ലാം പുറത്ത് പോയേക്കാണ്, ഹോസ്പിറ്റലിൽ പോയേക്കാണ്. അപ്പോൾ പോരാത്തതിന് ഇന്ന് രാവിലെ തൊട്ട് കറണ്ട് ഇല്ല, അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പിന്നെ പവർ ബാക്കപ്പ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അത് എത്ര നേരം എന്നറിയത്തില്ല, രാവിലെ പോയതായതുകൊണ്ട് ഇനി എത്ര നേരം അത് നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ മുകളിൽ കറണ്ട് പോയാൽ മുകളിൽ വൈഫൈ ഇല്ല, താഴെ വൈഫൈ ഉണ്ട്. അപ്പം ഞാൻ തോമനെ TV കാണിച്ച് അവിടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ ചാക്കോച്ചന് ഉറങ്ങാം. കാരണം നമ്മുടെ ഇവിടുത്തെ വലിയ റൂമായതുകൊണ്ട് ഫാൻ നടുക്കിലായതുകൊണ്ട് നമുക്ക് കാറ്റ് ലെവലേഷൻ കിട്ടില്ല കറണ്ട് പോയാൽ. അപ്പോൾ പിന്നെ ചാക്കോച്ചൻ ഉറങ്ങുകയില്ല. അപ്പം ഞാൻ ഓർത്ത് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് കിടന്ന് ഉറങ്ങിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. വീഡിയോ കോൾ പോലും ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല.
അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ജസ്റ്റ് ഞാൻ കിടന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും കണ്ടിന്യൂസ് ഉറങ്ങും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. കാരണം ഒരു ദിവസം ഞായറാഴ്ച ഇങ്ങനെ അവിടെ കിടത്തിയപ്പോൾ തലയും കുത്തി കട്ടിലേന്ന് വീണു. ഡിമ്പിളുടെ കട്ടിലേൽ പരിചയമില്ലാത്ത കട്ടിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അവൻ തിരിഞ്ഞ് മറിഞ്ഞ് വന്നാന്ന് തോന്നുന്നു, മറിഞ്ഞ് വീണു. അപ്പോൾ അതുകൊണ്ട് കിടത്തുമ്പോൾ പേടിയുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ വേറെ നിവൃത്തിയില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ല, അവിടെ തന്നെ കിടത്തിയേ പറ്റുള്ളൂ. ഭയങ്കര ആ മഴയത്ത് പോയ കറണ്ടാണ് കേട്ടോ. സോ എന്തോ എവിടെയോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു ദൃഷ്ടിദോഷമായിരിക്കും, അതായിരിക്കും, പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ അതൊന്നും നോക്കണ്ട എന്ന് പറയുന്നത് അതൊക്കെ നോക്കണം. കാരണം മാറി മാറിയാണ് കുറച്ചധികം ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖങ്ങൾ മാറി മാറി വരുന്നത്. അപ്പോൾ ഇപ്പം ചിലർ പറയും, വളരെ ചുരുക്കം ചില പേര് പറയും ഫുഡ്, നമ്മളിപ്പോൾ ഫുഡൊക്കെയാണ് വളരെ കെയർഫുള്ളായിട്ടാണ് ഓരോന്നും ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ല, കറണ്ട് പോയതുകൊണ്ട് രാവിലെ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. നമ്മളിന്ന് പഴങ്കഞ്ഞിയായിരുന്നു. അപ്പം കടലുപ്പേരി വെക്കണമായിരുന്നു, അതുപോലെ മുട്ട പൊരിക്കണമായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്റ്റൗവിനെല്ലാം ഒന്ന് എന്താ പറയുക, സ്പീഡ് കുറച്ച് ഫ്ലെയിം വരച്ച് കുറവാണ്. അപ്പം അത് നമ്മൾ ഒരു നാക്കിൽ ചെയ്ത് വേണം. ആക്ച്വലി ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ, ഇവിടെ മമ്മി എപ്പോഴും പറയും ഞാൻ വന്നതിന് ശേഷമാണ് സ്റ്റൗ കത്തിച്ച് തുടങ്ങിയെന്ന്. കാരണം ഇവർക്ക് ഇൻഡക്ഷനാണ് ഡാഡി മമ്മിക്കും ഡിമ്പിളിനും സൗകര്യം. എനിക്ക് അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളവിടെ നോർമൽ സ്റ്റൗ തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അമ്മ പണ്ടൊക്കെ പറയും ഇൻഡക്ഷനോടെ കറണ്ട് ബില്ല് കൂടെ ഒന്നും പറ്റില്ല എന്ന് പറയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് യൂസ്ഡ് ആയപ്പം ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഈ ചില സാഹചര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ സ്റ്റൗ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ആക്ച്വലി കത്തിച്ച് ഓക്കെ ആയെങ്കിലും അതിൻ്റെ ബർണറിന് എന്തൊക്കെയോ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഭംഗിയിൽ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ പഴങ്കഞ്ഞിയും കടലുപ്പേരിയും മുട്ട പൊരിച്ചതും അച്ചാറും കൂട്ടി ഞങ്ങൾ ഒരു പിടി പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഒരു കോൾ ഇന്നലെ. ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല, എനിക്ക് വയ്യായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. മെസ്സേജ് മാത്രം അയച്ച് പറഞ്ഞ പോലെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതാണ്. ആകെ പിള്ളേരുടെ ഫോട്ടോ വീഡിയോസ് അയക്കുമ്പോൾ അമ്മ അത് നോക്കുമെന്നല്ലാണ്ട് അമ്മ ഇങ്ങനെ ചാറ്റിൽ കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. അമ്മ ഫോൺ വിളിച്ചാൽ അമ്മ നല്ലപോലെ ഇരുന്ന് സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ പറയും എനിക്കിന്ന് വിളിക്കാൻ പറ്റില്ല, ഞാൻ നാളെ വിളിക്കാമെന്ന്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് വീട്ടിലെ കിണറ്റിലെ പൂച്ച വീണു എന്നുള്ളത്. അതൊരു വലിയൊരു പണിയായി. ഞങ്ങളുടെ വീട്ടിലെ കിണറിന് നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ആഴമുണ്ട്. നമ്മൾ ശരിക്കും 22 പ്രാവശ്യം ഇങ്ങനെ വലിക്കുമ്പോഴാണ് വെള്ളം മുകളിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട് കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമേ, പിന്നെ ഷോണിൻ്റെ വീട്ടിൽ മാത്രമേ കിണറുള്ളൂ. അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണ് മുകളിലുള്ളവരൊക്കെ വെള്ളം എടുക്കുക. അപ്പോൾ ഇന്നലെ പൂച്ച ചത്തില്ല കേട്ടോ, വീണെങ്കിലും അത് ആ റിങ്ങിൽ കയറി ഇരുന്നു. പക്ഷെ അതിനെ എങ്ങനെയെങ്കിലും മുകളിലെത്തിക്കണമല്ലോ, ശ്വാസം കിട്ടാണ്ടാകുമ്പോൾ അതും ചത്തുപോകുമല്ലോ. ആദ്യം അച്ഛൻ നോക്കി, പിന്നെ ബാബുങ്ങൾ വന്ന് നോക്കി, പിന്നെ താഴത്തെ വീട്ടിലെ രഞ്ജിത്തേട്ടൻ വന്ന് നോക്കി. ഒരു നിവൃത്തിയില്ല. അവസാനം നമ്മുടെ ഏറ്റവും താഴെ നമ്മൾ വണ്ടി ഇടുന്നിടത്ത്, ആദ്യമൊക്കെ വണ്ടി ഇടുന്നിടത്തത് ശിബിച്ചാട്ടന് കിണറ്റിലൊക്കെ ഇറങ്ങും. പിന്നെ ശിബിച്ചാട്ടനെ വിളിച്ച് വരുത്തി ശിബിച്ചാട്ടനെ ഇറങ്ങിയിട്ടാണ് പൂച്ചേനെ എടുത്തത്. പക്ഷെ പൂച്ച എവിടെയൊക്കെ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ കിണർ തേകിയേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ മഴയാണ്. മഴയത്ത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, വെള്ളം വറ്റിക്കണമല്ലോ ഫുള്ള്. അപ്പോൾ അവിടെ ഇന്ന് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളൊന്നും അറിയണ്ട, അച്ഛനും എല്ലാം സെറ്റാക്കി ചെയ്തോളും. അപ്പോൾ ശിബിച്ചാടനും അച്ഛനും പാപങ്ങളും അവരെല്ലാവരും കൂടെ കൂടി കിണർ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പിള്ളേർ സെറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു എന്താ പറയുക, ഫുൾ ഓഫ് ട്രാജഡീസാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ സത്യം പറഞ്ഞാൽ ഇന്ന് കർക്കിടകം ഒന്നായിട്ട് കിണർ തേകണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വെള്ളം കൂടി മുട്ടിപ്പോലോ എന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ കിണറ്റിൽ നിന്നാണ് പലരും വെള്ളം എടുക്കുന്നത്. അപ്പോൾ അവരുടെ വെള്ളം കൂടി കൊണ്ട് നമ്മൾ മുട്ടിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഒന്നും നോക്കണ്ട, കിണർ തേക്കിക്കോ, വേറെ വഴിയില്ല, നിങ്ങൾക്ക് വെള്ളം കുടിക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ മറ്റേ വേറെ ഒരു പൊതുജലനിധി പദ്ധതി അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. പക്ഷെ അത് കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നമ്മളിതൊരു യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കുടിക്കാനായിട്ട്. നമ്മൾ കിണറ്റിൽ നിന്ന് എടുത്തിട്ടാണ് തിളപ്പിച്ച് കുടിക്കുക. അപ്പോൾ കുറേ പേര് അങ്ങനെയാണ്. നമ്മുടെ ഏരിയയിലുള്ള എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് എല്ലാവരും വെള്ളം കോരുക. അപ്പോൾ വെള്ളം കോരി എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ഫുൾ ഓഫ് ട്രാജഡീസാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി തോമും കൂടെ ഒന്ന് ഓക്കെ ആയാൽ മതി. അപ്പം നമുക്ക് നാളെ വേറെ എന്തെങ്കിലും വീഡിയോ ഇടാൻ പറ്റിയെന്നെ ഇടാം, ഇല്ലെങ്കിൽ ഞാൻ ഇടില്ല കേട്ടോ. എന്താവുമെന്ന് വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ ഇന്ന് രാവിലെ തൊട്ടും അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ അന്വേഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.